ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. ഇത് നമ്മുടെ ചാനലിലെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പറയുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മീഷോയിൽ നിന്ന് വാങ്ങിച്ച 48 കളേഴ്സുള്ള മാർക്കേഴ്സാണ്. ഇതിനെത്രയോ 333 സംതിങ് ആണ് ആയത്. ഞാൻ പപ്പേനെ കുറേ സോപ്പിട്ട് കരഞ്ഞ് കാല് പിടിച്ച് വാങ്ങിച്ചൊരു സാധനമായിരുന്നു ഇത്. പക്ഷേ ഇതിന് കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ തുറന്നപ്പോൾ ഇതേപോലെയൊക്കെ മതിലും താഴേക്ക് ആയത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളർ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അത് വെള്ളം മിക്സ് ചെയ്തപ്പോഴാണ് വർക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ആ സ്കെച്ച് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. കാരണം ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് പണികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ സ്കെച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബാക്കിലത്തെ പേജിലേക്കൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ ബാക്കിലൊരു പേജ് വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നത്. ഒരു വട്ടം ടേബിളിൽ ഒന്നും വെക്കാതെ ചെയ്തപ്പോൾ ഇതായിരുന്നു ടേബിളിൻ്റെ അവസ്ഥ. എന്നിട്ട് പിന്നെ ഞാൻ കുറേ തുടച്ചിട്ടൊന്നും അത് മര്യാദക്ക് പോയില്ലായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ അതിലിങ്ങനെ ഉണ്ട്. ആ മതിലിലേത് ഞാൻ പിന്നെ എങ്ങനെയൊക്കെയൊക്കെ കഷ്ടപ്പെട്ട് കളഞ്ഞ്, ഇല്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കല്ലോ. പിന്നെ നമ്മൾ ഈ ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കിയ വീട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിലാണെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു ബാക്കിലൊരു പേപ്പർ വെച്ചിട്ടാണ് കളർ അടിച്ചത്. ഈ പേപ്പർ തിരിച്ചു നോക്കിയപ്പോഴാണ് എൻ്റെ പല്ല് ശരിക്കും പകച്ചു പോയത്. അതിൻ്റെ ബാക്കിൽ വരെ അയക്കണ്. അതുപോലെ നമ്മൾ ഈ ബ്രൗൺ കളറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് ഈ പേജിൻ്റെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്. ഏത് സൈഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തതെന്ന് പോലും മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ ഐവറി ഷീറ്റിൻ്റെ പുറകിലാണെങ്കിലും അത്യാവശ്യം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. സ്കെച്ച് വെച്ചിട്ട് നമുക്ക് നോർമൽ പേജിലൊന്നും അങ്ങനെ അധികം വരക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയാണെങ്കിൽ ഈ ബ്ലാക്ക് സ്കെച്ച് ഇപ്പോൾ ഒട്ടും വർക്ക് ചെയ്യണില്ല. ഒട്ടും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒട്ടും വർക്ക് ചെയ്യണില്ല. ഞാൻ പലതും പരീക്ഷിച്ച് നോക്കി. അങ്ങാടി കണക്കെ തിരിച്ചു മറിച്ച് അടിച്ച് നോക്കി, വെള്ളത്തിൽ മുക്കി അടിച്ച് നോക്കി, കുലുക്കി നോക്കി. പക്ഷെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരുമാതിരി മരം പോലെ ഇരിക്കണ പോലെ എനിക്കൊരു ഇത് അടിച്ചു നോക്കിയിട്ടൊക്കെ ഒരുമാതിരി ഒരു കുലുക്കോ ഇല്ലാത്തൊരു സ്കെച്ച്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവസാനം ഞാൻ അതിനെ ഉപേക്ഷിച്ച്. ഈ ബ്ലാക്ക് വർക്കാവാതെ വന്നപ്പോൾ എനിക്ക് ടെൻഷനായി. ബാക്കി കളറൊക്കെ വർക്കാവണുണ്ടാവുമെന്ന്. എന്നിട്ട് ഞാൻ ഈ ഗ്രേ അടിച്ച് നോക്കിയപ്പോഴാണില്ല, അതൊരുമാതിരി വർക്കാവാത്ത പോലെയൊക്കെ. എന്നിട്ട് രണ്ടൊന്നിട്ട് അടിച്ച് നോക്കിയപ്പോൾ അത് ഓക്കെ എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ബാക്കി കളറൊക്കെ ഇതേപോലെയൊക്കെ അടിച്ചു നോക്കി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള കളർ അത്യാവശ്യം വർക്ക് ചെയ്ത് നോർമൽ പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ എല്ലാ കളറും വെച്ച് അടിച്ച് നോക്കണമെന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് തന്നെ അടിച്ചടിച്ച് ബോറടിച്ച്. അപ്പം നിങ്ങൾക്ക് കണ്ട് ബോറടിക്കും. പിന്നെ എൻ്റെ സംസാരം കേട്ടും ബോറടിക്കും. അപ്പോൾ കൂടുതൽ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ മാക്സിമം ഷോർട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയണതെല്ലാം ചിലപ്പോൾ എനിക്ക് കിട്ടിയ സ്കെച്ചിൻ്റെ കംപ്ലയിൻസും ആകാം. റിയലായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം റിവ്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. യൂട്യൂബിലാണെങ്കിലും അത്യാവശ്യം റിവ്യൂസൊക്കെ നോക്കുക. ഞാനും അത്യാവശ്യം റിവ്യൂസൊക്കെ നോക്കിയിട്ടായിരുന്നു വാങ്ങിച്ചത്. നല്ല റേറ്റിംഗ് ഉള്ളത് നോക്കി വാങ്ങിയതായിരുന്നു. വേറൊരു അത്ഭുതം, ഞാൻ തുറന്നപ്പോൾ ഇങ്ങനെയൊക്കെ അത് തുറന്നു തന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ പണ്ട് നമ്മൾ സ്കെച്ചൊക്കെ തുറക്കുമ്പോഴത്തേക്കും ഈ ബാക്ക് സൈഡ് തുറക്കുമ്പോൾ ഇങ്ങനത്തെ സാധനമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നില്ലേ, ആ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നിട്ട് ഞാൻ അത് തേച്ചൊക്കെ ഏറ്റ് വെച്ചിട്ട് അടച്ചാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും വലിച്ച് തുറക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഊരി വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് ഞാൻ കറക്റ്റായിട്ടൊക്കെ കഷ്ടപ്പെട്ട് തുറന്നൊക്കെ എടുത്ത് അടിച്ച്. അത് വേറെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളും അപ്പോഴത്തേക്ക് അത്യാവശ്യം റിവ്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. ഞാൻ വാങ്ങിച്ച പോലെ തന്നെ അത്യാവശ്യം വലിയ പ്രതീക്ഷയിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ 300 രൂപ എടുത്തിട്ട് ഈ സംഭവമൊക്കെ വാങ്ങിക്കണത്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം റിവ്യൂസൊക്കെ നോക്കുക. പിന്നെ ഇതാണ് നമ്മൾ ആദ്യം അടിച്ച് നോക്കിയപ്പോഴും വർക്ക് ചെയ്യാതെന്ന് വെച്ചാൽ കളറ്. പക്ഷെ അത് വെള്ളത്തിൽ നോക്കി അടിക്കുമ്പോൾ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ഞാൻ അടിച്ചപ്പോൾ കുറച്ച് ഓവറായിട്ട് വെള്ളത്തിൽ മുക്കി കൊണ്ടിട്ട് കുറച്ച് കരിഞ്ഞു പോയാലേക്ക് ഇരിക്കുന്നുണ്ട് പേപ്പർ. നല്ലത് വെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്ക് അത് വർക്ക് ആവണുണ്ട്. പക്ഷെ ബ്ലാക്ക് കളർ മാത്രം വെള്ളത്തിൽ മുക്കിയിട്ടും വർക്ക് ആവണം. എനിക്ക് തോന്നുന്നു ബ്ലാക്കിൻ്റെ ഉള്ള മഷി ചിലപ്പോൾ തീർന്നു പോയതായിരിക്കാം. അപ്പം എല്ലാ കളറും ഞാൻ ഇതേപോലെയൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് സ്കെച്ച് ഷോഗോണെന്നല്ല പറയണത്. പക്ഷെ എന്നാലും ഇച്ചിരി ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ ഇവിടെ വരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സർപ്രൈസ്. എന്താ സർപ്രൈസ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നമ്മുടെ ഗീവ് അവേ. അപ്പോൾ ഗീവ് അവയുടെ റൂൾസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ആയിരിക്കണം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു സമ്മാനമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിൽ കമൻറ്റ് ഇട്ടുണ്ടാവണം. ഇതാണ് നമ്മുടെ മെയിൻ റൂൾ. ഞാൻ റാൻഡം ആയിട്ടായിരിക്കും ഒരു വീഡിയോ ചൂസ് ചെയ്യണത്. എന്നിട്ട് അതിൽ നിന്ന് കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ടായിരിക്കും കമൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യണ കമൻറ്റ് നിങ്ങളുടേതാവണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് വിന്നിങ് ചാൻസ് കൂടുതലാവുക. അതുപോലെ തന്നെ മൂന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അവരോടും ഗിവ് അവേയിൽ പങ്കെടുക്കാൻ പറയുക. ഇതിൻ്റെ ഡെഡ് ലൈനും പ്രൈസും എത്രത്തോളം പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും പറയണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റയിലുണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. ബൈ.